ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു അടിപൊളി ഷേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഏതുകൊണ്ടാണെന്നറിയോ? അവക്കാടയും കൊണ്ട് ഒരെണ്ണം എടുക്കുന്നുള്ളൂ നമ്മുടെ ആവശ്യത്തിനുള്ള. ഇത് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് വൈറ്റമിൻ്റെ ഒരു കലവറയാണെന്നാണ് പറയുന്നത് ഈ അവക്കാട എന്ന് പറയുന്ന ഐറ്റം. എനിക്ക് അത്ര വിശദമായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എല്ലാവരും പറയുന്ന അങ്ങനെയാണ്. എന്നാലും ശരി, ഇതുകൊണ്ട് നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷേക്ക് അതാണെന്ന് നമ്മൾ ചെയ്ത്. ഇപ്പം നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ കായം മാറ്റിയേക്കാം. ഇത് ഇങ്ങനെ വേണമെങ്കിൽ അടത്തിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തൊലി ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് എടുക്കാവുന്ന കാര്യം. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇതേപോലെ പുറത്തെ തൊലി ഒന്ന് ചെത്തിക്കളയും. ഇനി ഇത് ചെറുതായിട്ട് നരിഞ്ഞ് ഇനി ഇത് നമുക്ക് നേരെ ജാറിലോട്ടിട്ട് കൊടുക്കാം. ഒരു 10-12 ഈന്തപ്പഴമാണ്. ചെറുതായിട്ടൊന്ന് മുറിച്ച് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർന്നതിന് ശേഷം ആ ഈന്തപ്പഴവും ആ വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ശകലമേ ഉള്ളൂ കേട്ടോ, കുതിരാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചെന്നേ ഉള്ളൂ. ഒരു 5-8 ബദാം ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി നരഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പീനട്ട് ബട്ടർ, ചോക്ലേറ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് പാലൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കട്ടയായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു 1/2 ലിറ്റർ പാൽ. ഇനി ഐസ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുക്കുക. മധുരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് തേനാണ് ഒഴിക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്, ഓരോരുത്തർ ഇഷ്ടം കേട്ടോ. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയോ തേനോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാലിപ്പൂവൻ പഴം ഉണ്ടെങ്കിൽ 2 ചെറിയ ഞാലിപ്പൂവൻ പഴം ഇടാം, പിന്നെ അണ്ടിപ്പരിപ്പ് ഇടാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഐസ്ക്രീം വേണം, ഐസ്ക്രീം ചേർക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 3-4 ഗ്ലാസ്സിനുള്ള സാധനമുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇച്ചിരി ഈന്തപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴവും ബദാം പരിപ്പും ഒക്കെ ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇതേപോലത്തെയൊക്കെ ഷേക്ക് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവക്കാഡോ ഷേക്ക് എന്ന് പറയുമ്പോൾ ഗുണങ്ങളേറെ ഉള്ള സാധനം തന്നെ. പിന്നെ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കുടിക്കും. ഇപ്പം മഴ സമയമായതുകൊണ്ട് നമ്മളൊരു ഐറ്റം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ഷേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് തന്നെയാണ്. അപ്പോൾ അവക്കാഡോ മേടിക്കുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഷേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ, ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബായ്.